നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിസ്റ്റം തകരാറിലാണ്. ആരോഗ്യവകുപ്പിലെ അതിഗുരുതരമായ സിസ്റ്റം തകരാർ, അതിന് ഒരു ഇര കൂടി ഉണ്ടായിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സംഭവിച്ച സംഭവ വികാസങ്ങൾ. ആർക്കും ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകരുത് തന്നെ ആരും ആഗ്രഹിച്ചു പോകുന്നു. അത്തരത്തിലൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 2021 ഗർഭപാത്രം നീക്കം ചെയ്ത വീട്ടമ്മയുടെ വയറ്റിൽ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിച്ച കത്രിക കണ്ടെത്തിയിരിക്കുകയാണ്. എക്സ്റേ പരിശോധനയിലാണ് വയറ്റിനുള്ളിൽ കത്രികയുണ്ട് എന്ന് കണ്ടെത്തിയത്. അതായത് 5 വർഷം എടുത്തു ഇത് കണ്ടെത്താൻ എന്നതാണ് ഏറ്റവും പ്രധാനം. പരിശോധനാ ഫലവുമായി ഇന്നലെ ആശുപത്രിയിലെത്തിയ ഇവരെ ഗുളിക കൊടുത്ത് തിരിച്ചയക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനമായ മറ്റൊരു ഞെട്ടിക്കുന്ന വിവരം. ശസ്ത്രക്രിയക്കിടെ ഡോക്ടർമാർ വയറ്റിൽ മറന്നു വയ്ക്കുകയായിരുന്നു കത്രിക. ഏകദേശം 10 സെന്റിമീറ്ററോളം വലിപ്പമുള്ള ഒരു കത്രികയാണ് വയറ്റിനുള്ളിൽ മറന്നു വെച്ചത് ഡോക്ടർമാർ. ഈ 10 സെന്റിമീറ്ററോളം വലിപ്പമുള്ള കത്രികയുമായിട്ട് ഉഷ ജോസഫ് എന്ന തൊഴിലുറപ്പ് തൊഴിലാളിയായ യുവതി 5 കൊല്ലത്തോളമാണ് വേദന സഹിച്ച് ജീവിച്ചത്. മുഴ കണ്ടെത്തിയതിനെ തുടർന്ന് 2021 മെയ് 3 ഇവർ ഗൈനക്കോളജി വിഭാഗത്തിൽ ഉഷയുടെ ഗർഭപാത്രം നീക്കി. കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കൂട്ടിരിപ്പുകാരും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ശസ്ത്രക്രിയ കഴിഞ്ഞ ദിവസം മുതൽ വയറുവേദന പതിവായിരുന്നു എന്നാണ് ഉഷ പറയുന്നത്. പല ഡോക്ടർമാരെയും കണ്ടു, പക്ഷേ മൂത്രത്തിൽ കല്ലാണ് എന്നാണ് ഡോക്ടർമാരൊക്കെ നിഗമനത്തിലെത്തിയത്. അത്തരത്തിലൊരു ചികിത്സയായിരുന്നു അവർക്ക് നൽകിക്കൊണ്ടിരുന്നത്. അതായത് മൂത്രത്തിന് കല്ലിന് മരുന്ന് കൊടുത്തു, പക്ഷേ വേദന മാറുന്നില്ല, വേദന കുറയുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവരുടെ മൂത്രത്തിലൂടെ രക്തം വരാൻ തുടങ്ങി. ഇതോടെ മെഡിക്കൽ കോളേജിൽ നിന്ന് വിരമിച്ച യൂറോളജി വിദഗ്ധനായ ഡോക്ടറെ പോയി കണ്ടു. ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എക്സ്റേ എടുത്തു. ആ എക്സ്റേ പരിശോധനയിലാണ് ഈ വയറ്റിനുള്ളിൽ കത്രിക കണ്ടെത്തിയത്. അപ്പോൾ ഈ 5 വർഷത്തോളം ഇവർ വേദന തിന്ന് ഡോക്ടർമാരെ പോയി കണ്ടെത്തിയപ്പോൾ അവർ വേണ്ട രീതിയിൽ ഒരു പരിശോധന നടത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇത് നേരത്തെ തന്നെ കണ്ടെത്താമായിരുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളത്. തുടർന്ന് മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി വിഭാഗത്തിലെത്തി, പക്ഷേ ഗുളിക നൽകി മടക്കി അയക്കുകയായിരുന്നു. 23 വീണ്ടും വരാൻ പറഞ്ഞ് മടക്കി അയച്ചു. കഴിഞ്ഞ ദിവസം ഡോക്ടർമാരുടെ സമരമായിരുന്നു, അതുകൊണ്ടാണ് ഉഷയെ അഡ്മിറ്റ് ചെയ്യാതിരുന്നത് എന്നാണ് വിവരം. 23-ാം തീയതി ആശുപത്രിയിൽ എത്തണമെന്നും അന്ന് ശസ്ത്രക്രിയ നടത്തി കത്രിക പുറത്തെടുക്കാമെന്നും ഡോക്ടർമാർ അറിയിച്ചു എന്നാണ് ഉഷ പറയുന്നത്. പക്ഷേ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച ആശുപത്രിയിൽ വീണ്ടും പോകാൻ ധൈര്യമില്ല എന്ന് ഉഷ പറഞ്ഞു. അതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ ഇവരെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സ്വന്തം വീട് തകർന്ന വ്യക്തിയാണ് ഉഷ, അതുകൊണ്ട് തന്നെ അവർ വാടക വീട്ടിലാണ് ഒരുപാട് നാളായി താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഭർത്താവ് ജോസഫ് കൂലിപ്പണിക്കാരൻ. സംഭവം അറിഞ്ഞെന്നും പരാതി കിട്ടിയില്ല എന്നും മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ ഹരികുമാർ അറിയിച്ചു. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിനെതിരെയാണ് ഗുരുതര ആരോപണം ഉണ്ടായിരിക്കുന്നത്. 5 വർഷം മുൻപ് ശസ്ത്രക്രിയ നടത്തിയ യുവതിയുടെ വയറ്റിലാണ് കത്രിക കണ്ടെത്തിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഗുരുതര വീഴ്ച ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു, ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഇത് 1-2 ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, നിരവധി സംഭവങ്ങൾ ഇത്തരത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.